ഹായ് ഗായ്സ്, ഞാൻ രേണു. നമുക്ക് വൈകിട്ട് തൊട്ട് കിടക്കുന്ന വരെയുള്ള ഒരു വീഡിയോ ആക്കിയാലോ? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന വരെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതുവരെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ച് അവസാനമായപ്പോഴേക്കും ഞാൻ വീഡിയോയുടെ കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ കുറച്ച് കിടക്കുന്നവരെയൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ വീട്ടിലും കാണുന്നൊരു അവസ്ഥയായിരിക്കും. ഈ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരഴക്കുണ്ടായിരുന്ന എൻ്റെ റൂമാണ്. ആ റൂമിലിപ്പോൾ 3-4 അഴക്കായി. ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് മറച്ചിടാമെന്ന് വെച്ചു. ഈ തുണികൾ എടുക്കുന്ന കാരണം 24 മണിക്കൂർ ഇപ്പോൾ ഫാനിട്ട് വയ്ക്കലാണ് പണി. എന്നാലും എന്താ ചെയ്യാല്ലേ, ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും സേഫല്ലേ, കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വൈകിട്ടത്തെ കുറച്ച് പരിപാടികളാണിത്. അങ്ങനെ റൂമൊക്കെ ഒതുക്കി ഒന്ന് സെറ്റാക്കിയിട്ട് അകം വരെയൊക്കെ ഒന്ന് അടിച്ച് വാരി അങ്ങനെ നേരെ അടുക്കളയിൽ പോകണം. രാവിലത്തെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി ചെറിയ പാത്രത്തേക്ക് മാറ്റണം. പിന്നെ ചായ വയ്ക്കണം. അച്ഛനമ്മയ്ക്കായാലും പറമ്പിലാണ് പണി. അവർ ഇവിടെ ഒരു പള്ളിയിലത്തെ മഠത്തിലത്തെ പറമ്പിലാണ് അവർക്ക് പണി. അപ്പോൾ മഴ കാരണം പറമ്പിലങ്ങനെ പണിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ പോയിട്ടില്ല, വീട്ടിലുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാമിയും പാറും എൻ്റെ ഡാൻസ് പാർട്ട്ണറൊക്കെ വന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ മഴ കാരണം ഇപ്പോൾ ഒരു നേരം കുളിയുള്ളൂ, അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല, ഉണ്ണീനും കുളിപ്പിച്ച് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുളി കഴിഞ്ഞാൽ എനിക്ക് പൊട്ടോ കുറിയോ പൗഡറോ അങ്ങനെ ഒന്നും നിർബന്ധമില്ലെങ്കിലും ഈ ഒരു സംഭവം സിന്ദൂരം എനിക്ക് മസ്റ്റാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഈ സംഭവം മുടക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വെറുതെ ഒരു രസത്തിനൊരു പൊട്ട് കൊടുത്ത് വെച്ചു. സിന്ദൂരം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മേടിക്കണം. പിന്നെ അങ്ങനെ ഒരു കുറി വരച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു. ചോറ് എന്തായാലും അമ്മ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറി ഒരെണ്ണം വയ്ക്കണം വൈകുന്നേരം ആകുമ്പോഴേക്കും. എന്തായാലും ഇനി ഏട്ടൻ വന്നിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉണ്ണിയുടെ അടുത്ത് കളിച്ച് കുറച്ച് നേരമായിരുന്നു. അവന് 2 വയസ്സിൻ്റെ പിറന്നാളിന് മേടിച്ച സംഭവമാണ്. പക്ഷെ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അധികം ഇറക്കാറില്ല. പിന്നെ ഏട്ടൻ വരുമ്പോൾ ഞാൻ കുറച്ച് ചായക്കടികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആൾ പഴംപൊരി കായ ബജി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതായിരുന്നു കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ പലചരക്ക് സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടിക്കാട് ത്രിവേണിക്ക് പോകാൻ നിൽക്കുകയാണ്. ഉണ്ണീനെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ ഉണ്ണീനെ കൊണ്ടാണ് പോകാറ്. പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം അവൻ്റെ കോട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ണീനെ കോട്ട വെച്ച് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അവൻ പിടിച്ച് വലിച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം നൈസായിട്ട് അമ്മയുടെ അടുത്ത് എത്തി. അമ്മോട് പറഞ്ഞ് റൂമിൽ കയറ്റിക്കാമ്മ, ഞങ്ങൾ പോയിട്ട് വരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകണം കാണുമ്പോഴേക്കും അവൻ അറിയാം. അതായത് ഹെൽമെറ്റ് എടുക്കുമ്പോഴേക്കും ആൾക്കറിയണം. അവനും ഞങ്ങൾ അമ്മോട് റൂമിൽ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ റൂമിൽ കയറ്റിയ തക്കം നോക്കി ഞങ്ങൾ 2 പേരും പുറത്തിറങ്ങി. അപ്പോൾ ഏട്ടനായാലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ സൗണ്ട് കേൾക്കും അവൻ, പിന്നെ വാശിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാണണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞത് വണ്ടി ഉന്തിത്തള്ളി കുറച്ച് നീക്കി പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉന്തിത്തള്ളി പോവാണ്. പിന്നെ നേരെ ത്രിവേണിയിലെത്തി. നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മളൊരു മാസത്തിൽ 2 തവണ വരും. 2 ആഴ്ചത്തേക്കുള്ളതേ ഞങ്ങളങ്ങനെ മേടിക്കാറുള്ളൂ, മൊത്തത്തിൽ മേടിച്ച് വയ്ക്കാറില്ല. അപ്പോൾ 2 വട്ടമെങ്കിലും വരും. അപ്പോൾ അത് കാരണം അത്യാവശ്യം ഇപ്പോൾ വേണ്ട സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ അവിടെ നിന്നും ബില്ലടിച്ച് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ പാക്ക് ചെയ്ത് ഓരോ തീരാറായ ഓരോ ബോക്സിലാക്കി വെക്കാനുള്ള ധൃതിയിലായി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മടി പിടിച്ചിരിക്കും. പിന്നെ ഓരോന്ന് നമ്മൾ എടുക്കണ നേരത്തായിരിക്കും അയ്യോ അത് പൊട്ടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വരിക. അപ്പോൾ അത് കാരണം കയ്യോടെ എല്ലാം പൊട്ടിച്ച് ഓരോ ബാസ്ക്കറ്റിലാക്കി ഓരോ ബോക്സിലാക്കിയൊക്കെ വെച്ചു. പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ കൂട്ടാൻ വെക്കണം. കൂട്ടാനും കൂടി വെച്ച് പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെമ്മീനും തക്കാളി സബോളയൊക്കെ ഇട്ടൊരു കൂട്ടാൻ വെക്കാം, ചാറ് കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ അമ്മ ഇത് മറ്റേ വിഷുക്കട്ട ഉണ്ടല്ലോ അതുണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ അധികം കഴിച്ചില്ല. ഏട്ടൻ കഴിക്കാനെടുത്തപ്പോൾ 2 സ്പൂൺ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ ഞാൻ ചോറിനെത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ കൂട്ടാൻ വെക്കാൻ നിന്നു. ഏട്ടനുണ്ട് അടുക്കളയിൽ. ആൾ മറ്റേ ഒച്ചൊക്കെ കയറി വരുന്ന കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പോകുമെന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിലേക്ക് ഉപ്പ് വെള്ളം പോലെ ആക്കി വെച്ചാൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അതിൻ്റെ പണിയിലാണ്. ഉപ്പ് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അങ്ങനെ കൂട്ടാൻ വെപ്പും കാര്യങ്ങളൊക്കെ ഓരോ പണികളും കഴിച്ച് ഞാൻ നേരെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അവന് ഫുഡ് കൊടുക്കാതിരുന്നപ്പോഴേക്ക് ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ അവനെ കുളിപ്പിച്ച് അവൻ്റെ ഡ്രസ്സ് മാറ്റി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.